പുകൾപെറ്റതാണ് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം. അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഒരു പടി കൂടി പരിഷ്കരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അയൺ ഡോമിന് പകരം അയൺ ബീം വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ നടപ്പാക്കിയിരിക്കുന്നു. 2025 ഡിസംബറോടുകൂടി ഇസ്രായേലിൻ്റെ വ്യോമ പരിധിക്ക് ചുറ്റും അയൺ ബീം കാരിരുമ്പിൻ്റെ കരുത്തുറ്റ പ്രതിരോധമൊരുക്കും. ഏറ്റവും ആധുനികമായ അയൺ ബീം പ്രതിരോധ സംവിധാനം ഇസ്രായേൽ ഇതാ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായി ഇതിൻ്റെ ചെറു പരീക്ഷണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. എന്നാൽ 100 കിലോവാട്ട് അയൺ ബീം ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ആധുനികമായ അയൺ ബീം പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ ഇതാ ഇസ്രായേൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രതിരോധ സംവിധാനം രാജ്യത്തിന് കൂടുതൽ സുരക്ഷ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100 കിലോവാട്ട് അയൺ ബീം ലേസർ സിസ്റ്റം ഉപയോഗിച്ച് ഇസ്രായേൽ ലോകപ്രശസ്തമായ തങ്ങളുടെ അയൺ ഡോമിനെ നവീകരിച്ചിരിക്കുന്നു. ഇനി 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രുക്കളുടെ ആയുധങ്ങളെ, അത് റോക്കറ്റുകളായാലും മിസൈലുകളായാലും ഡ്രോണുകളായാലും, അവയെ തകർക്കാൻ ഈ ലേസർ ബീമിന് കഴിയും. അവയെ ചാരമാക്കാൻ ഈ ലേസർ ബീമിന് കഴിയും. ആധുനിക കാലത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവമായി മാറിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ അയൺ ബീം എയർ ഡിഫൻസ് സിസ്റ്റം. ഇതുവരെ അയൺ ഡോമിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ് ശത്രുക്കളുടെ മിസൈലുകളെയും റോക്കറ്റുകളെയും തിരിച്ചാക്രമിച്ച് തകർത്തിരുന്നതെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ലേസർ രശ്മികൾ, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന താപം അതിനെ ലേസർ രശ്മികളാക്കി മാറ്റി, ലേസർ ബീമുകളാക്കി മാറ്റി, അവ ഉപയോഗിച്ചുകൊണ്ട് അതിവേഗം ഒരു പ്രത്യാക്രമണം, അതാണ് അയൺ ബീം കൂടി സജ്ജീകരിച്ചിരിക്കുന്ന അയൺ ഡോമിൻ്റെ പരിഷ്കരിച്ച പതിപ്പിലുള്ളത്. 2 ഏറ്റവും ആധുനികമായിട്ടുള്ള ടെലസ്കോപ്പുകൾ. ആ ടെലസ്കോപ്പുകളിൽ ഒരെണ്ണം ശത്രുക്കളുടെ ആയുധങ്ങളെ, ശത്രുക്കളുടെ ആക്രമണത്തെ കൃത്യമായി നിരീക്ഷിക്കുന്നുവെങ്കിൽ മറ്റൊന്ന് ശത്രുക്കൾക്കുള്ള പ്രത്യാക്രമണത്തെ കൃത്യമായി നിരീക്ഷിക്കുന്നു. അങ്ങനെ തങ്ങളുടെ വ്യോമ പരിധിക്ക് സമീപത്തേക്ക് വരുന്ന എല്ലാ ശത്രുവിൻ്റെ ആയുധങ്ങളെയും അതേസമയം തന്നെ ലൈവായി തന്നെ പ്രതിരോധിച്ച് തകർക്കാൻ ഇസ്രായേലിനെ പ്രാപ്തമാക്കുന്നതാണ് അയൺ ഡോമിൻ്റെ പരിഷ്കരിച്ച പതിപ്പായ അയൺ ബീം സംവിധാനം. ടെല്ലവീവിൽ നടക്കുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഈ ടെക് ഷോയിൽ ഈ പരിഷ്കരിച്ച പുതിയ അയൺ ബീമിൻ്റെ പതിപ്പ് ഇസ്രായേൽ അവതരിപ്പിച്ചു. ഇതിനകം തന്നെ 21 രാജ്യങ്ങളുമായി അയൺ ബീം വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ടെക്നോളജി കൈമാറുന്നതിനുള്ള ധാരണാപത്രങ്ങൾ ഇസ്രായേൽ ഇതിനകം തന്നെ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, 2 വർഷമായി നീളുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതിനിടയിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം, ഇസ്രായേൽ ഹൂതികൾ തമ്മിലുള്ള യുദ്ധം, ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം, ഇസ്രായേലും സിറിയയിലെ അൽഷര ഭരണകൂടവും അവിടെയുള്ള ഭീകര സംഘടനകളുമായുള്ള യുദ്ധം. ഈ യുദ്ധത്തിലൊക്കെ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ആയിരക്കണക്കിന് 10,000-കണക്കിന് മിസൈലുകളും റോക്കറ്റുകളുമാണ്. എന്നാൽ ഇതിൻ്റെ 2% താഴെ റോക്കറ്റുകൾ മാത്രമേ ഇസ്രായേലിനുള്ളിൽ പതിക്കുകയോ ഇസ്രായേലിൻ്റെ വ്യോമ പരിധി കടക്കുകയോ ചെയ്തുള്ളൂ. ഏറ്റവും ഒടുവിലായി ഹൂതികളുടെ 2 ഡ്രോണുകൾ, ആ 2 ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ പതിച്ചു. അതിലൊന്ന് പതിച്ചത് ഒരു സൈനിക ട്രെയിനിങ് ക്യാമ്പിലേക്കായിരുന്നു. 70ഓളം സൈനികരാണ് ആ ഡ്രോണിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൂടാതെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വേനൽക്കാല വസതിക്ക് സമീപം ഒരു ഡ്രോൺ പതിച്ചു. ഇതാണ് അയൺ ഡോമിൻ്റെ പരാജയമെന്ന് വേണമെങ്കിൽ പറയാവുന്ന നമുക്ക് 2 ചെറിയ കാരണങ്ങൾ. ഇതിന് പിന്നാലെ തന്നെ അയൺ ഡോം സാങ്കേതികവിദ്യ പരിഷ്കരിക്കാൻ ഇസ്രായേൽ തന്ത്രങ്ങൾ ആരംഭിച്ചു. ഇസ്രായേലിൻ്റെ സാങ്കേതിക കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച ഏറ്റവും ആധുനികമായ പരീക്ഷണങ്ങൾ നടന്നു. ഇതിനിടയിൽ അമേരിക്ക തങ്ങളുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമായ താഡ് ബാറ്ററി ഇസ്രായേലിന് നൽകി. 1 അല്ല 2 താഡ് ബാറ്ററിയുടെ പൂർണ്ണമായ സംവിധാനങ്ങൾ ഇസ്രായേലിലേക്ക് എത്തി.
ഓരോ താഡ് ബാറ്ററിക്കൊപ്പവും 100-ലധികം അമേരിക്കൻ സൈനികരടക്കം അതിൻ്റെ ഇൻ്റർസെപ്റ്റർ മിസൈലുകളടക്കമാണ് ഇസ്രായേലിലേക്ക് എത്തിയത്. ഇസ്രായേലിൻ്റെ ചുറ്റും താഡ് ബാറ്ററി സംവിധാനം കൃത്യമായി അവർ വിന്യസിക്കുകയും ചെയ്തു. അതിനിടയിലും മറ്റൊരു രാജ്യത്തെക്കാൾ സ്വന്തം ടെക്നോളജിയെ വളർത്തുക എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ അയൺ ഡോം സംവിധാനത്തെ ഏറ്റവും ആധുനികമായ അയൺ ഡോം ലേസർ ബീം ഉപയോഗിച്ചുകൊണ്ടുള്ള അയൺ ബീം ലേസർ ടെക്നോളജിയിലേക്ക് ഇസ്രായേലി സേന വളർത്തിയത്. 100 കിലോവാട്ട് അയൺ ബീം ലേസർ സിസ്റ്റം ഉപയോഗിച്ച് ഇസ്രായേൽ ലോകപ്രശസ്തമായ അയൺ ഡോമിനെ നവീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായി നമുക്ക് പറയാൻ കഴിയുന്നത്. 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന മിസൈലുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ എന്നിവയെ നിഷ്പ്രയാസം തടയാനും അവയെ നിർവീര്യമാക്കാനും അയൺ ബീം സംവിധാനത്തിന് കഴിയുന്നുണ്ട്. റഫേൽ ആണ് ഈ അയൺ ബീം സംവിധാനം വികസിപ്പിച്ചെടുത്തത്. നിലവിലുള്ള ലൈറ്റ് ബീമിനേക്കാൾ ഒരു പ്രധാന കുതിച്ചുചാട്ടമാണ് ഈ അയൺ ബീം ഈ സംവിധാനത്തിലൂടെ ഇപ്പോൾ അയൺ ഡോമിന് കൈവന്നിരിക്കുന്നത്. കൃത്യമായ ലക്ഷ്യമിടലിനും ഫലപ്രാപ്തി വിലയിരുത്തലിനും ഒരു സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കാനുള്ള കഴിവിനും ഇരട്ട ദൂരദർശനികൾ ഈ അയൺ ഡോമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. 20 വർഷത്തെ വികസനത്തിനും വിജയകരമായ ഫീൽഡ് പരീക്ഷണങ്ങൾക്കും വിധേയമായ ഈ സംവിധാനം ഇസ്രായേലിൻ്റെ അടുത്ത തലമുറ വ്യോമ പ്രതിരോധ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നവീകരണത്തോടെ അയൺ ഡോം ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിലെ പാളിച്ചകളെ പൂർണ്ണമായും ഇല്ലാതാക്കും. മാത്രമല്ല, നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണത്തിനും നിരീക്ഷണം, സൈബർ പ്രതിരോധം, വ്യോമ പ്രതിരോധം എന്നിവ സംയോജിപ്പിച്ചുള്ള മിഷൻ സുദർശൻ പോലെയുള്ള സ്വന്തം സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ ശക്തിപ്പെടുത്താനും ഇസ്രായേലിന് കഴിയും. ഇസ്രായേലിൻ്റെ ഏറ്റവും ആധുനികമായ ഹൈ എനർജി ലേസർ സിസ്റ്റം മിസൈൽ പ്രതിരോധ തന്ത്രം പുനർനിർമ്മിക്കുന്നതിനും ആഗോള വ്യോമ സുരക്ഷയിൽ രാജ്യത്തിൻ്റെ മുൻതൂക്കം നിലനിർത്തുന്നതിനും എങ്ങനെ സജ്ജമാകുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ വ്യോമമേഖല ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ കരുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ശക്തമാണ്. എന്നാൽ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇറാനാകട്ടെ നിരന്തരമായി മിസൈലിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നു, റോക്കറ്റിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുന്നു. 1000 മുതൽ 4000 കിലോമീറ്റർ ദൂരപരിധിയിലെത്തി ശത്രുവിൻ്റെ കേന്ദ്രങ്ങളെ തകർത്ത് തിരിച്ചു വരാനുള്ള ആധുനികമായിട്ടുള്ള റോക്കറ്റുകൾ ഇറാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇറാൻ്റെ ആ ഭീഷണി നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ഏറ്റവും ആധുനികമായ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ലേസർ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അയൺ ബീം വ്യോമ പ്രതിരോധ സംവിധാനം.